എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ മസിൽസ് ഒന്നും ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. അപ്പം നിങ്ങളുടെ മസിൽസ് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രോഗ്രസീവായിട്ട് ഓവർലോഡ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ 5 kg വെയിറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 2.5 എക്സ്ട്രാ വെയിറ്റ് ആഡ് ചെയ്ത് നമ്മൾ അത് വർക്കൗട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ റെപ്പ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. അതായത് ഓരോ ആഴ്ചയിൽ നിങ്ങളുടെ റെപ്പ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റം സംഭവിക്കാനായിട്ട് കാണാം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡയറ്റ് അതേപോലെ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ മസിലിന് വേണ്ടതായിട്ട് പ്രോട്ടീന്, കലോറി, ഗുഡ് ഫാറ്റ് ഇല്ലെങ്കിൽ, അതായത് ഒരു ബാലൻസ് ആയ ഡയറ്റ് അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ എത്ര ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും ശരി, മിനിമം 6-7 മണിക്കൂർ 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ മസിൽ റിക്കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മളുടെ മസിൽ റിപ്പയർ ചെയ്യുന്നത്. നമ്മൾ അതായത് ജിമ്മിൽ നമ്മൾ യഥാർത്ഥത്തിൽ മസിൽ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റിക്കവർ ആകുന്ന റിപ്പയറാണ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബോഡി അത് റിപ്പയർ ചെയ്ത് റിക്കവർ ആകുന്നത്. അതേപോലെ ഒരു മസിലിന് ആഴ്ച 2 തവണ കൂടുതൽ നമ്മളത് വർക്കൗട്ട് ട്രെയിൻ ചെയ്യാൻ പാടില്ല, അതായത് ഓവർ ട്രെയിനിങ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥിരം ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മസിൽസിന് പ്രോഗ്രസ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് മാറ്റി വേറെ രീതിയിൽ അതായത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഡംബിൾ വെച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം ഡെയിലി അഡാപ്റ്റ് ആകുമ്പം മസിലിന് ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അതിന് പകരം കേബിൾ നമുക്ക് യൂസ് ചെയ്യാം, ബാർ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പം നമുക്ക് അവിടെ ഒരു പ്രോഗ്രസീവ് ചേഞ്ച്, മസിലിന് വ്യത്യാസം വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും.